ആ പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടിയാണ്. 23 ചരിത്രത്തില് ഇത്രയും ചെറിയൊരു കാലഘട്ടം ഇത്രയും വലിയ സ്വാധീനം ചെലുത്തിയ മറ്റൊരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്കി. 23 വർഷം ജീവിച്ച ഒരു മനുഷ്യന് ഇത്രയും വലിയ മാറ്റാണ് ഉണ്ടാക്കിയത്. ഇത്രയും ആളുകളുടെ ഹൃദയമാണ് കീഴടക്കിയത്. 4, 5, 6 ആൺകുട്ടികൾ നബിയുടെ ജീവിതത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഒരു 6 കുട്ടികളെ ഖബറിലേക്ക് ഇറക്കി വെക്കേണ്ടി വരും. 6 ആൺകുട്ടികളെ. അതിന്റെ വിഷമത്രയാണ്. ജനങ്ങൾ കളിയാക്കാണ്. വാലറ്റവനാണ് മുഹമ്മദ്, വാലറ്റവനാണ്. അവന് ആൺകുട്ടികളില്ല. അവന്റെ തലമുറ അറ്റുപോയിരിക്കുന്നു. വാലറ്റവൻ എന്ന് മുഹമ്മദ് നബിയെ കളിയാക്കി മക്കൾക്കാര്. കാരണം എന്താ? 5, 6 ആൺകുട്ടികൾ മരിച്ചുപോയി ചെറുപ്പത്തിൽ. പരിഹാസമാണ്. അള്ളാഹു സമാധാനിപ്പിച്ച ആയത്തിറക്കി. എന്താണ്? ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. പ്രവാചകരെ, അവരല്ല, താങ്കളല്ല വാലറ്റവർ, അവരാണ് വാലറ്റവർ. കാരണം അവരിൽ ആരെങ്കിലും ഓർമ്മിക്കേണ്ട സഹോദരങ്ങളെ? ആരെങ്കിലും അബൂലഹബിനെ ഓർമ്മിക്കുന്നുണ്ടോ? ആരെങ്കിലും അബൂജഹലിനെ ഓർമ്മിക്കുന്നുണ്ടോ? ആരെങ്കിലും ഉത്ബത്തിനെ ശൈബത്തിനെ ഓർക്കുന്നുണ്ടോ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, ആ പ്രവർത്തികളും അനുധാവനം ചെയ്ത് ഒരു തലമുറ നബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലി, ആ പേരുകൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, നബി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ബാങ്ക് വിളിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രശസ്തി ഈ ദുനിയാവിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ പ്രശസ്തി വേറെ ആർക്കാ സഹോദരങ്ങളെ കിട്ടിയത്? ഇല്ല. അത് 23 വർഷം നബി ജീവിച്ചിട്ടുള്ളൂ. അല്ലെ? ആ ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോഴും നമുക്ക് മനസ്സിലാകും. ഈ അറേബ്യ എന്ന ആർക്കും വേണ്ടാത്ത ഒരു ലോകത്തിന്റെ മാപ്പുകൾ ഇങ്ങനെ നിർത്തി വെച്ചാൽ, ഈ ഗ്ലോബ് ഉണ്ടല്ലോ, ഈ ഗ്ലോബ്, ആ ഗ്ലോബ് ഇങ്ങോട്ട് പരത്തിയാൽ അതാണ് മാപ്പ് എന്ന് പറഞ്ഞാല്. അതാണ് മാപ്പ്. അതിന്റെ നടുവിലാണ് അറേബ്യ വരിക. നടുവിലാണ് അറേബ്യ വരിക. ഒരു ചെറിയ മരുഭൂമിയാണ്. അല്ലെ? ഒരാർക്കും വേണ്ടാത്തൊരു ഡ്രൈ ലാൻഡാണ്. കാര്യമായിട്ട് കൃഷിയൊന്നും ഇല്ലാത്ത ഒരു ഉണങ്ങിയ വരണ്ട ഭൂമിയാണ് അറേബ്യ എന്ന് പറഞ്ഞത്. അതിന്റെ ഒരു ഭാഗത്ത് റോമൻ ചക്രവർത്തിമാരാണ്, ഒരു ഭാഗത്ത് പേർഷ്യൻ ചക്രവർത്തിമാരാണ്. ഇത് ഈ രണ്ട് ചക്രവർത്തിമാർക്കും ഏകദേശം 700-800 വർഷത്തെ പാരമ്പര്യമുണ്ട് ചരിത്രത്തിൽ. വലിയ വലിയ സൈന്യങ്ങൾ ഉണ്ടായിരുന്ന ലോകത്തിലെ 2 വലിയ ശക്തികളാണ് റോമും പേർഷ്യൻ. ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്ററാണ് ഈ രാജാക്കന്മാർ അടക്കി വാരിച്ചിരുന്നത്. ഈ 2 രാജാക്കന്മാർക്കും വേണ്ടാത്ത നടുവത്ത്, അവരാരും ഒരു സൈനിക മുന്നേറ്റം നടത്താത്ത, ഓർക്കൊന്നും വേണ്ടാത്ത, ഒരു മെച്ചമില്ലാത്ത, ഒരു കൃഷിക്ക് പോലും പറ്റാത്ത ചെറിയൊരു ലാൻഡാണ് ഈ അറേബ്യ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ആ അറേബ്യയിൽ മാറ്റമുണ്ടായത് ഒരു പ്രവാചകൻ വന്നപ്പോഴാണ്. ഒരു പ്രവാചകനെ അള്ളാഹു ക്രിസ്താബ്ദം 571 അവിടെ ജനിപ്പിക്കുകയാണ്. അല്ലെ? 40 വർഷം അവർക്കിടയിൽ ജീവിച്ച് 40ാമത്തെ വയസ്സിൽ പ്രവാചകനായി. പിന്നീട് 23 കൊല്ലാണ് പ്രവാചകൻ ജീവിക്കുന്നത്. അല്ലെ? അമവിയ കാലഘട്ടം അവസാനിക്കുമ്പോൾ അബ്ബാസിയ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഹിജ്റ 130 ആയപ്പോൾ, ഹിജ്റ 130 ആയിട്ടുള്ളൂ. ഹിജ്റ 130 ആയപ്പോൾ ലോക ചരിത്രത്തിൽ ലോകത്തിന്റെ മാപ്പ് തന്നെ മാറി. കാരണം ഈ ഭാഗത്തുണ്ടായിരുന്ന റോമിനെയും മറ്റേ ഭാഗത്തുണ്ടായിരുന്ന പേർഷ്യയും ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ അധികാരം അടക്കി വാണിരുന്ന ലോകത്തെ 2 വലിയ സൈനിക ശക്തികളെയും ഈ ഹിജ്റ 130 ആയപ്പം ഈ നടുവിൽ വന്ന ചെറിയൊരു സംസ്കാരം അവരെ വിഴുങ്ങിക്കളഞ്ഞതാണ്. ലോകത്തിന്റെ മാപ്പ് മാറി. പിന്നെ മൊത്തം അറേബ്യയുടെ ഇസ്ലാമിക രാജ്യമായി മാറി. ചരിത്രം പഠിച്ചു കൊടുക്കുക. ആ മാറ്റം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? റോമും പേർഷ്യയും എല്ലാം ഇസ്ലാമിന്റെ കീഴിലായി. ലോക ചരിത്രത്തിൽ ലോകത്തിന്റെ മാപ്പ് തന്നെ ഹിജ്റ 130 ആയപ്പോൾ മാറിയത് എങ്ങനെയാണ്? വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ജുമുഅയിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. എങ്ങനെയാണ്? അവൻ നിരക്ഷരനായ ഒരു പ്രവാചകനെ അവരിൽ നിന്ന് തന്നെ അല്ലാഹു നിയോഗിച്ചു എന്നാണ്. 40 വർഷം അവർക്കിടയിൽ ജീവിച്ച, എഴുത്തും വായനയും അറിയാത്ത അവരിൽപ്പെട്ട ഒരു മനുഷ്യനെ അല്ലാഹു പ്രവാചകനായി തെരഞ്ഞെടുത്തു. എന്നിട്ട് ആ പ്രവാചകൻ അല്ലാഹുവിന്റെ കിതാബ് അവർക്ക് ഓതിക്കൊടുത്തു എന്നാണ്. വയുഅല്ലിമുഹുൽ കിതാബ. ആ കിതാബ് ഓതിക്കൊടുത്തുമല്ല, പഠിപ്പിച്ചു എന്നാണ്. തഅലീം നടത്തി. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. പിന്നെ അവരെ സംസ്കരിച്ചു. ഈ വലിയ മാറ്റം ആ ചരിത്രത്തിൽ മാപ്പ് മാറിയതല്ല സഹോദരങ്ങളെ. ഏറ്റവും വലിയ അത്ഭുതം എന്നത് മനുഷ്യ മനസ്സുകൾ മാറിയെന്നാണ്.
അവിടെ ഉണ്ടായിരുന്ന ആ പ്രവാചകന് ചുറ്റും ജീവിച്ച ആളുകൾ മാറി എന്നുള്ളതാണ്. അതാണ് പ്രവാചകൻ നിങ്ങൾക്ക് മേൽ സാക്ഷിയായി. എന്നിട്ടോ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകാൻ. ആ പ്രവാചകൻ എങ്ങനെ ജീവിച്ചോ അതാണ് സഹാബികൾ പഠിച്ചത്, സഹാബികൾ മനസ്സിലാക്കിയത്. അവർ താബീങ്ങൾക്ക് ആ പ്രവാചകനെ പറ്റി വിവരിച്ചു കൊടുക്കണം. ഞങ്ങളെ നബി ഇങ്ങനെയായിരുന്നു, ഞങ്ങളെ നബി ചിരിച്ചു, ഞങ്ങളെ നബി ദേഷ്യപ്പെട്ടു, ഞങ്ങളെ നബി ഇങ്ങനെ ഉടുത്ത്, ഞങ്ങളെ നബി നിസ്കരിച്ചപ്പം സുജൂദിൽ പോയപ്പം കയ്യിന്റെ ഏതൊക്കെ ഭാഗങ്ങൾ നിലത്ത് വെച്ചു, നെറ്റിയുടെ ഏത് ഭാഗത്ത് വെച്ചു, വിരല് കാലിന്റെ വിരൽ എങ്ങനെയാണ് വെച്ചത്, നബി സുജൂദിൽ നിന്ന് എഴുന്നേറ്റപ്പം ആദ്യം ഏത് ഭാഗമാണ് പൊന്തിയത്, നബി സലാം വീട്ടിയപ്പോൾ കവിളാണ് കണ്ടത്, എത്ര വരെ തല തിരിച്ചു അല്ലെ, നബി എപ്പോഴാണ് ദേഷ്യപ്പെട്ടത്, നബി ചിരിച്ചപ്പോ എത്ര പല്ല് കണ്ടു. ഇതൊക്കെ സഹോദരങ്ങളെ ആ ചുറ്റുമുണ്ടിരുന്ന ആ സമൂഹം സഹാബികൾ ഒപ്പിയെടുത്തിക്കാണ്. അത് തലമുറകളിലൂടെ ഹദീസായിട്ട് ഇന്നും നമ്മളെ കയ്യിലുണ്ട്, മാറ്റമില്ലാതെ, വള്ളിപ്പുള്ളി മാറ്റമില്ലാതെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു വഴി കൂടെ ഒരു സ്ഥലത്തെത്തിയ മൂപ്പര് ചിരിച്ചു. അപ്പൊ കൂടുതലൊരു ചോദിക്കണേ, നിങ്ങൾ ഇവിടെ എത്തിയപ്പം ചിരിച്ചത്? നബി ഒരിക്കൽ തീരെ പോയപ്പോൾ ഇവിടെ എത്തിയപ്പം ചിരിച്ചു എന്നാണ്. നബി ഒരിക്കൽ തീരെ പോയപ്പം ഈ സ്ഥലത്തെത്തിയപ്പോൾ നബി ചിരിച്ചു, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനും ചിരിച്ചാണ്. അതാണ് മുത്തബി ഉസ്സുന്ന, പ്രവാചകനെ അത്രത്തോളം പിൻപറ്റിയവരും അല്ലെ. ആ പ്രവാചകൻ ആ പ്രവാചകനെ അല്ലാഹു നമുക്ക് വേണ്ടി സാക്ഷിയാക്കി. എന്തിന്? ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകാൻ. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാണ്. അതുകൊണ്ട് ഇതൊരു ഉത്തരവാദിത്തമാണ്. ആ പ്രവാചകൻ എങ്ങനെയാണോ ജീവിച്ചത്, ആ പ്രവാചകൻ എന്തൊക്കെയാണോ പഠിപ്പിച്ചത്, അതാണ് സഹോദരങ്ങളെ ഖുർആൻ. പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് ഖുർആനിനെ അടർത്തി മാറ്റാൻ സാധ്യമല്ല അല്ലെ. ഈ സൂറത്ത് യൂസുഫ് അവതരിച്ചപ്പോഴാണ് നബി ഏറ്റവും ഡിപ്രഷനായി നിൽക്കുമ്പോഴാണ്. എല്ലാ തരത്തിലുള്ള സഹായങ്ങളും അടഞ്ഞു, സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ മരിച്ചുപോയി അല്ലെ. സപ്പോർട്ട്, ഏറ്റവും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്ന ഖദീജ ബി മരിച്ചു, അബൂ ത്വാലിബ് മരിച്ചു. ഏക സഹായം കിട്ടുന്ന പ്രതീക്ഷ തായിഫിന് പോയപ്പം അവിടുന്ന് കല്ലേറ് കിട്ടി. നബി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു യൂസുഫ് ഇറക്കി അല്ലാഹുവിന്റെ റസൂലിനെ സമാധാനിപ്പിച്ചു. ഇന്ന മഅൽ ഉസ്രി യുസ്ര ആയത്തിറങ്ങിയപ്പോഴാണ്. അത് ഈ വർഷമാണ് ആയത്തിറങ്ങിയത്. പ്രവാചകരെ, പ്രയാസത്തോടൊപ്പം താങ്കൾക്ക് എളുപ്പമുണ്ട് എന്ന് ഖുർആൻ ആയത്തിറങ്ങി. അങ്ങനെ പിന്നെ മദീനയിലേക്ക് പോയിട്ട് അവിടെ ഇസ്ലാം വിശാലമാകുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ഖുർആൻ മാറ്റിക്കൊണ്ട് ആയത്തുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നമസ്കാരത്തെ നിലനിർത്തണം, നിങ്ങൾ സകാത്ത് നൽകണം, നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തിൽ മുറുകെ പിടിക്കണം. എന്താണ് അല്ലാഹുവിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ? അത് ഖുർആനാണ്. അല്ലാഹു ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇട്ട അല്ലാഹുവിന്റെ കയറായ വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കണം. ആ ഖുർആനിന്റെ വിശദീകരണമായ പ്രവാചകന്റെ ജീവിതത്തെ, ഹദീസുകളെ നമ്മൾ മുറുകെ പിടിക്കണം. അതാണ് വഅ്തസിമൂ ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മുറുകെ പിടിക്കണം. ഹുവ മൗലാക്കും, അവനാണ് നിങ്ങളുടെ യജമാനൻ, അവനാണ് നിങ്ങളുടെ രക്ഷാധികാരി. ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ, എത്ര നല്ല സഹായി, എത്ര നല്ല രക്ഷാധികാരി എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സൂറത്ത് ഹജ്ജിലെ ആയത്ത് അവസാനിപ്പിക്കണം. വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ എന്ത് ചെയ്യണം? നന്നായിട്ട് പരിശ്രമിക്കണം, ജിഹാദ് ചെയ്യണം. എന്നിട്ട് പറയണേ ഹുവജ്തബാക്കും, അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തു പറഞ്ഞാണ് ഈ ആയത്ത് ഇങ്ങനെ പോകുന്നത്. സഹോദരങ്ങളെ, ഇതാണ് പറഞ്ഞു തരാനുള്ളത്. ഇതാണ്, അവനാണ് നിങ്ങൾക്ക് മുസ്ലിം എന്ന പേര് നൽകിയത്. അത് നിങ്ങളുടെ ബാപ്പ ഇബ്രാഹിമിന്റെ മാർഗ്ഗമാണ്. ആ ഇബ്രാഹിം നബി എത്ര കഷ്ടപ്പെട്ടിരിക്കുന്ന ജീവിതത്തിൽ അല്ലെ, എന്തൊക്കെ പ്രയാസങ്ങൾ അല്ലെ. ഞാൻ നേരത്തെ അല്ലേ, ഒരാൾ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളുടെ വിഷയം, ഭാര്യന്റെയും കുട്ടിന്റെ വിഷയം, അതിലൊക്കെ പരീക്ഷിക്കപ്പെട്ടു. ആ പരീക്ഷണങ്ങളിലൊക്കെ വിജയിച്ച ഇബ്രാഹിമിന്റെ മാർഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ വരും. പക്ഷേ ഇബ്രാഹിം നബി അതിജീവിച്ച പോലെ ഈ ആദർശം കൊണ്ട്, അള്ളാഹുവിനും റസൂലിനും വഴിപ്പെട്ടുകൊണ്ട് നിങ്ങൾ അതിജീവിക്കണം. മുസ്ലിമീൻ, അവൻ നിങ്ങൾക്ക് മുസ്ലിം എന്ന പേര് നൽകിയതാണ് അല്ലേ. അവൻ നിങ്ങൾ ഖൈറു ഉമ്മത്താണ് എന്ന് അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തത്. നിങ്ങൾ നന്മയെ കൽപ്പിക്കുന്നവരും സദാചാരത്തെ കൽപ്പിക്കുന്നവരും ദുരാചാരത്തെ വിരോധിക്കുന്നവരുമാണ്. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് സഹോദരങ്ങളെ, ജീൻസും ടീഷർട്ടും കുട്ടി ഇറങ്ങാൻ പാടില്ല. ഒരു പെൺകുട്ടി ജീൻസും ടീഷർട്ടും ഇട്ടിട്ട് പബ്ലിക് സ്പേസിലേക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. പറ്റൂല സഹോദരങ്ങളെ. അള്ളാന്റെ റസൂൽ വിരോധിച്ചതാണ്. ടീഷർട്ടും ജീൻസും അത്ര പൂതിയാണെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ ബെഡ്റൂമിൽ ഇട്ടോട്ടെ, പക്ഷെ പബ്ലിക് സ്പേസിലേക്ക്, മറ്റൊരു പുരുഷൻ കാണുന്ന സ്പേസിലേക്ക് ആ ഡ്രസ് ഇട്ടിട്ട് മുസ്ലിം സ്ത്രീക്ക് ഇറങ്ങാൻ പറ്റൂല. അങ്ങനെയാണ് നമ്മളെ പേര് മുസ്ലിം അല്ല. നമ്മൾ മുസ്ലിം ആണെങ്കിൽ, അള്ളാഹുവിനോടും റസൂലിനോടും അനുസരണയുള്ളവനാണെങ്കിൽ അങ്ങനത്തെ ഒരു ഡ്രസ് നമുക്ക് പറ്റൂല അല്ലെ. സ്പ്രേ അടിച്ചിട്ട് പെണ്ണിന് പബ്ലിക് സ്പേസിലേക്ക് പോകാൻ പറ്റൂല. ചിലപ്പോ ഓരോരുത്തർ തത്തമ്മന്റെ മാതിരിയാണ് ഓരോരുത്തർ. നിങ്ങൾ നോക്കി, ഇവിടെ വല്ലാത്ത ഫിത്നല്ല. പച്ച കളറടിച്ച്, പച്ച കളറുള്ള മുടി പെൺകുട്ടിയാക്ക്, ചുവന്ന ചുണ്ടും, തത്തമ്മ എന്നല്ല എന്താ വിളിച്ച. പിന്നെ
ഓരോ കോലത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളെ പെരിയൊക്കെ പെൺകുട്ടികൾ ചോദിക്കും മുടിക്ക് കളർ അടിച്ചിട്ടേന്ന്. കാരണം എല്ലാവരും കളർ അടിച്ചിട്ട് ചോപ്പ്, പച്ച, സ്വർണ്ണ കളർ, മഞ്ഞ കളർ, ഇല്ലാത്ത കളറില്ല. ഇതൊക്കെ അടിച്ചിട്ടാണ് എല്ലാവരും നടക്കുന്നത്. നമ്മളെ കുട്ടികളും ചോദിക്കും സഹോദരങ്ങളെ. കാരണം അങ്ങനെയാണ് ഇതിന്റെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ജീവിതത്തിനൊരു ലക്ഷ്യം അത് നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കണം. അത് പഠിപ്പിക്കണം മാത്രമല്ല, അത് ജീവിതത്തിലൂടെ ഒരു ബോധമായിട്ട് പകർന്നു നൽകാൻ നമ്മുടെ വ്യക്തി ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കണം. വെറും പറഞ്ഞ് പഠിപ്പിച്ച് മദ്രസക്ക് പോയിക്കോ അവിടുന്ന് പറഞ്ഞിരുന്നല്ല, ഇവിടെ കണ്ടാൽ ഇവിടത്തെ നമ്മുടെ സംസാരത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും അത് നിലപാട് ശരിയാണ് എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടണം. അല്ലെങ്കിൽ എന്താ അറിയോ, ആ പെരന്റെ ഇത് വിട്ടാല്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂരിൽ പോയി വരിക. അപ്പോ സീറ്റ് ഇട്ടിട്ട് പെണ്ണിന്റെ അടുത്ത സീറ്റ് ഇട്ടി. സത്യം പറഞ്ഞാല് നമ്മള് ഉറങ്ങിയിട്ടില്ല. കാരണം എങ്ങാനും കജ്ജോ കാലങ്ങളിൽ പോയിട്ട് ഉറക്കത്തില് നമ്മള് തലമൊക്കെ മൂണുകാണ്ട എന്തെങ്കിലും വിത്തരണ്ടായ കഴിഞ്ഞില്ലേ, ഉറങ്ങിയിട്ടില്ല, ബേജാറായിട്ട്. അവസാനം ഇവിടെ എത്തിയപ്പം കണ്ട കാഴ്ച തരങ്ങള് കണ്ടാ ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് ഒന്നാം തരം കാഫാണ്. ഇറങ്ങി കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്, പറന്നിട്ട് പോകും. ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ബാഗിൽ നിന്ന് പറന്നിട്ടിട്ടുണ്ട്, പെരീക്കുൾ ഷാളൊക്കെ ഇട്ടിട്ട് കോഴിക്കോട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ ഡ്രസ്സിനെ പോലും എന്ത് ചെയ്യുന്നില്ല, ആ ഡ്രസ്സ് ഇഷ്ടല്ല. അതുകൊണ്ടാണല്ലോ ആ ഡ്രസ്സ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണല്ലോ ഹിജാബ് ഇഷ്ടമല്ലാതെ അള്ളാഹുവും റസൂലും കൽപ്പിച്ച ഒരു വസ്ത്രം. സഹോദരങ്ങളെ, അത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ അള്ളാഹിനും റസൂലിനും വില മതിക്കണില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം തരങ്ങൾ. നിങ്ങൾ ഇപ്പൊ ഇന്ന് നേരം പോലത്തെ ഈ നേരാവോളം നിങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക് എന്താ നിങ്ങൾക്കറിയോ? അറിയോ? എന്താണ്? അല്ലാഹു അക്ബർ. അല്ലാഹു ഒരു നിങ്ങളൊരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ആലോചിക്കി, ഒരു ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ എത്ര അല്ലാഹു അക്ബർ പറയണ്ടേ? ആ ബാങ്കിന് ജവാബ് കൊടുക്കുമ്പോൾ എത്ര അല്ലാഹു അക്ബർ. ഇഖാമത്ത് വിളിക്കുമ്പോൾ അല്ലാഹു അക്ബറാണ്. നിസ്കാരത്തിലേക്ക് കയറിയ അല്ലാഹു അക്ബറാണ്. നിസ്കാരത്തിന് ഓരോ സ്റ്റെപ്പിലും അല്ലാഹു അക്ബറാണ്. നിസ്കാരം കഴിഞ്ഞാൽ 33 തൊട്ട് അല്ലാഹു അക്ബർ എക്സ്ട്രാ. പിന്നെ അടുത്ത ബാങ്കിന് തന്നെ സ്ഥിതി, ബാങ്ക് ഇഖാമത്ത് നിസ്കാരത്തിന് മുഴുവൻ അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞ പിന്നെ 33 അല്ലാഹു അക്ബർ. ഇത് കഴിഞ്ഞ് കിടന്നുറങ്ങാമോ 34 അല്ലാഹു അക്ബർ. ഇത്രയധികം തവണ വേറെ ഏതെങ്കിലും വാക്കുകൾ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടോ? എന്താണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ? അല്ലാഹു വലിയവനാണ്. അത് വലിപ്പം കൊണ്ടല്ല സഹോദരങ്ങളെ, വലിപ്പം കൊണ്ടല്ല വലിയവൻ. അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾക്കാണ് ഞാൻ ജീവിതം കൊണ്ട് എന്റെ നിലപാടതാണ്. ഞാൻ എന്തുകൊണ്ടാണ് എരിയാണിക്ക് താഴെ വസ്ത്രമിടാത്തത്? ഞാൻ എന്തുകൊണ്ടാണ് താടി വളർത്തുന്നത്? ഞാൻ എന്താണ് എന്റെ മീശ ചുണ്ടിന്റെ മുകളിലേക്ക് വരാതെ വെട്ടി നിർത്തുന്നത്? എന്തുകൊണ്ടാണ്? എനിക്കൊരു നിലപാടുണ്ട്. ഞാൻ എന്തുകൊണ്ട് ലോൺ അടക്കുന്നില്ല? ഞാൻ എന്റെ വാഹനത്തിന് എന്താണ് പ്രീമിയം ഇൻഷുറൻസ് എടുക്കാത്തത്? ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്തത് എന്തുകൊണ്ടാണ്? എനിക്കൊരു നിലപാടുണ്ട്. എനിക്ക് ജീവിതത്തിൽ ഒരു നിലപാടുണ്ട്. അല്ലാഹുവും റസൂലും കൽപ്പിച്ച കാര്യങ്ങൾക്കെതിരെ ഒരു നിലപാടും ഞാൻ ജീവിതത്തിൽ, അതെന്തൊക്കെ വലിയ നഷ്ടങ്ങൾ എന്റെ ജീവിതത്തിൽ വരുത്തിയാലും ശരി, അതിന് ഞാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അതാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാല്. അത് ഇത്രയേറെ അത് പ്രഖ്യാപിച്ചിട്ട് സഹോദരങ്ങളെ, അതിനോട് ജീവിതത്തിൽ ഒരു നീതി പുലർത്താൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് നിഫാക്കാണ് കാണിക്കുന്നത്? അതുകൊണ്ട് ഈ ദിനോട് നമ്മൾ വേണ്ടത്, ഇതിൽ നമുക്ക് ഇസ്സത്ത് വേണം, പ്രതാപം വേണം. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ എന്നാണ്. ആർക്കാണ് ഇസ്സത്ത്? അല്ലാഹുവിനും റസൂലിനും വിശ്വാസികൾക്കുമാണ് ഇസ്സത്ത് ഉള്ളത്. ഇത് ആയത്താണ്, സൂറത്തു മുനാഫിഖൂന്റെ ആയത്താണിത്. ഈ ആയത്ത് എപ്പോഴാ ഇറങ്ങിയത്? നിങ്ങള് ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങാണ്. യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ മദീനയിൽ യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന മുനാഫിഖുകളുടെ നേതാവ് പറയണത്, മദീനയ്ക്ക് അങ്ങോട്ട് എത്തട്ടെ, നാട്ടിലേക്ക് അങ്ങോട്ട് എത്തട്ടെ. ടൂറൊക്കെ പോയി കച്ചറണ്ടായാലും പറയല്ലോ, മാഷ് പറയല്ലോ, അങ്ങോട്ട് എത്തട്ടെ, സ്കൂൾക്ക് തിരിച്ചെത്തട്ടെ എന്നറിയില്ലേ? മദീനയ്ക്ക് തിരിച്ചെത്തട്ടെ. എന്നിട്ട് എന്ത് വേണം? ഈ നിന്യരായ ഈ അറബികളെ, ഈ നിന്യരായ ആളുകളെ, ഈ പ്രതാപികളായ നമ്മൾ, പ്രതാപികളാരാണ്? മുനാഫിക്ക്. നിന്യരായ മുസ്ലിങ്ങളെ നമുക്ക് മദീനയിൽ നിന്ന് പുറത്താക്കണം. പുറത്താക്കുക തന്നെ ചെയ്യുന്ന പറഞ്ഞത്. പടച്ചോൻ പറഞ്ഞ മറുപടിയാണ്, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ. ഇസ്സത്ത് ആർക്കാണ്? അല്ലാഹുവിനും റസൂലിനും സത്യവിശ്വാസികൾക്കുമാണ് ഇസ്സത്ത് ഉള്ളത്. അതുകൊണ്ട് ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അത് നല്ല വണ്ടിയോ നല്ല കുപ്പായോ നല്ല പാൻറ്റോ നല്ല കാണാൻ നല്ല ടൈറ്റിലല്ല ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ. അത് മനസ്സിലുണ്ടാകണം. ആദ്യം മനസ്സിലുണ്ടാകണം. നമ്മൾ അനുസരിക്കുന്നത് ആരെയാണ്? മനുഷ്യ നിർമ്മിത നിയമങ്ങളെ അല്ല. ഇവിടെ ബാക്കി ഏത് ഇസങ്ങൾ എടുത്ത് നോക്കിയാലും എന്താ ഇപ്പൊ ലിബറലിസം എന്ന് പറഞ്ഞാൽ? ലിബറലിസം എന്ന് പറഞ്ഞാൽ തോന്നിയത് ചെയ്യാനാണ്. അനക്കെന്താ തോന്നണ ഈ ചെയ്യാ. അത് ഒരു കൂട്ടായ്മ ഓൽക്ക് എന്തൊക്കെയാ തോന്നുന്നു അതൊക്കെ ചെയ്യും. അതാണ് ലിബറലിസം.
വേറെ ഏത് പ്രത്യയശാസ്ത്രം എടുത്താലും ഇപ്പൊ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താ? അത് മാർക്സിനും ലെനിനും കാരൽ മാർക്സിനൊക്കെ എന്താണോ തോന്നിയത് അത് ഓരോ എഴുതി വെച്ചതാണ് മാർക്സ് എന്ന് പറഞ്ഞാല്. കാരൽ മാർക്സ് എഴുതിയതാണ് മാർക്സ് എന്ന് പറഞ്ഞാല്. ഏത് പ്രത്യയശാസ്ത്രങ്ങൾ എടുത്തു നോക്കിയാലും അതൊക്കെ മനുഷ്യനിർമ്മിതമായ ആശയങ്ങളാണ്. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്ന ആരാണ്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥനായ അല്ലാഹു ആകാശലോകത്ത് നിന്ന് ഇറക്കിയ സമാവിയായ നിയമങ്ങളാണ്. ആകാശത്ത് നിന്ന് വന്ന വഹിയാണ് നമ്മൾ നിക്കാഹ് ചെയ്യുന്നത് അല്ലെ, നമ്മൾ നോമ്പ് നോൽക്കുന്നത്, നമ്മൾ പലിശ എടുക്കാത്തത് അല്ലെ, നമ്മൾ മാതാപിതാക്കളോട് കരുണ കാണിക്കുന്നത്, നമ്മൾ പാവപ്പെട്ടവനെ സഹായിക്കുന്നത്, നമ്മളിവിടെ ഡയാലിസിസ് സെന്റർക്കൊക്കെ പൈസ കൊടുക്കുന്നത് എന്തിനാണ്? ഇതൊക്കെ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. സക്കാത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ആരും മനുഷ്യനിർമ്മിത നിയമങ്ങളെയല്ല നമ്മൾ അനുസരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. ആരെങ്കിലും പറഞ്ഞോണ്ടല്ല, ഓരൊക്കെ ആരെങ്കിലും പറഞ്ഞോണ്ട് ചെയ്യണമാണ്. ഇവിടെ എന്താ ആൾക്കാർ തോന്നിയാസം കാട്ടുന്നത്? അത് ഓൽക്ക് തോന്നിയതാണ്. ഓൽക്കിപ്പോ തോന്നുന്നു ഇതാണ് നല്ലത്, ഇനി കുറച്ച് കഴിയുമ്പോൾ അതല്ല തോന്നും, അപ്പോൾ മാറ്റി ചിന്തിക്കും. സഹോദരങ്ങളെ, ഇവിടെ ഇതൊക്കെ പഠിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അല്ലാഹു ഈ മതത്തിൽ എന്ത് ചെയ്തിട്ടില്ല? ഒരു പ്രയാസവും നിങ്ങൾക്ക് സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നല്ല ചേൽക്ക് നടക്കുമ്പോൾ ആൾക്കാർ പരിഹസിക്കും, ആൾക്കാർ കളിയാക്കും. എത്താപ്പോന്റെ കോലം, എത്താപ്പോന്റെ താടി, എത്താപ്പോന്റെ പാന്റ്, വെള്ളപ്പക്കൾ കൊടുത്ത് പാന്റ് ഇട്ട് വന്ന മാറിയാണ് കളിയാക്കും സഹോദരങ്ങളെ. പക്ഷേ ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു ഗരീബൻ കമാ ബദഅ ഫതൂബു ലിൽ ഖുറബാ. അല്ലാഹു റസൂൽ പറയാണ്, ഇസ്ലാം തുടങ്ങിയത് അപരിചിതത്വത്തിൽ നിന്നാണ്. അല്ലേ, കുറച്ചാളുകൾ അല്ലേ, അബൂബക്കർ സിദ്ദീഖും ഖദീജ ബീവിയും അലി റളിയല്ലാഹു അൻഹു, പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൂട്ടുകാരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അങ്ങനെ തുടങ്ങിയ കുറച്ച് കച്ചവടക്കാരും, അങ്ങനെ കുറച്ച് ബിലാൽ, അങ്ങനെ അമ്മാർ, കുറച്ച് അടിമകളും റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരൊക്കെയാണ് ഇത് തുടക്കത്തിൽ തുടങ്ങിയത് അല്ലേ. അത് ഇതേപോലെ അവസാനമാകുമ്പോൾ അപരിചിതത്വത്തിലേക്ക് തിരിച്ചു പോകുമെന്നാണ്. എല്ലാവരും ലിബറലിസവുമായിട്ട് തോന്നിയമാരി അല്ലെ, മുസ്ലിം വീടുകളിൽ നിന്ന് പോലും പെൺകുട്ടികൾ ജീൻസും ടീഷർട്ടും ഇട്ട്, മുടി ചോപ്പിച്ചുകൊണ്ട്, ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട്, ഹിജാബ് മുടി മറക്കാതെ തോന്നിയാസം കാട്ടി അഴിഞ്ഞാടുന്ന കാലം വരുമ്പോഴും സഹോദരങ്ങളെ, നമ്മൾ ഇസ്ലാമിന്റെ തനതായ ആ ആദർശത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. കാരണം ഇത് അത് മടങ്ങുന്നതാണ്. അവർക്ക് അന്ന് ആ സമയത്ത് അത് പിടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് മംഗളമുണ്ട് എന്നാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസാണ്, യഅതി അലന്നാസി സമാൻ, ഒരു കാലം വരും ജനങ്ങൾക്ക്, അന്നെന്താണ്? അസ്വാബിറു ഫീഹി അലാ ദീനിഹി ഖൽ ഖാബിൽ അലൽ ജംർ, ഒരു ചുവന്ന തീക്കട്ട കൈയിന്റെ ഉള്ളനടി പിടിച്ചിക്കാം. എത്ര ബുദ്ധിമുട്ടുണ്ടോ അത്രയും പ്രയാസം ഉണ്ടാവും ദീനനുസരിച്ച് ജീവിക്കാന്നാണ്. നിങ്ങൾ ആലോചിച്ച്, അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്നാണ്. അതുകൊണ്ട് ഇതിലൊന്നും നമ്മൾ എന്തൊരു വിശ്വാസി തളരേണ്ടതില്ല. എന്താണ്? ഇന്ന മിൻ വറായികും അയ്യാമുസ് സുബ്ർ, ഇന്ന മിൻ വറായികും അയ്യാമുസ് സുബ്ർ, എന്താണ്? ക്ഷമയുടെ ദിവസങ്ങളാണ് നിങ്ങൾക്ക് ശേഷം വരാനുള്ളത് എന്നാണ്. നിങ്ങൾക്ക് ശേഷം ഒരു കാലഘട്ടം വരാണ്ട് സഹാബത്തോട് പറയാണ്. എന്താണ്? ലിസ്വാബിരി ഫീഹിന്ന മിസ്ലു അജ്രി 50 റജുലൻ എന്നാണ്. ഒരാൾക്ക് 50 ആളുകളുടെ പ്രതിഫലം ഉണ്ടാവുന്നതാണ്. 50 ആളുടെ പ്രതിഫലം കിട്ടുന്ന ഒരു സമൂഹം, ക്ഷമിക്കുന്ന ഒരു സമൂഹം ഇനി വരാനുണ്ട് എന്നാണ്. നിങ്ങൾക്ക് ശേഷം വരാനുണ്ട്. അപ്പൊ അവർക്ക് അത്ഭുതമായി. എന്താണ്? ഖാലു യാ റസൂലല്ലാഹ് അജ്റ 50 മിൻഹും ഔ മിന്നാ. വല്ലാത്തൊരു ചോദ്യമാണ്. സഹാബത്തിനോട് പറയാണ്, നിങ്ങൾക്ക് ശേഷം ക്ഷമയുടെ നാളുകളാണ് വരാനുള്ളത്. അന്ന് ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ചെയ്യുന്ന അമലിന്റെ 50 മടങ്ങ് 50 ആളുകൾ ചെയ്യുന്ന പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞപ്പം, 50 ആളുകളുടെ പ്രതിഫലം അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പം സഹാബത്ത് ചോദിച്ച ചോദ്യം എന്താ? നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്നുള്ള 50 ആണോ അവരിൽ നിന്നുള്ള 50 ആണോ എന്നാ ചോദിച്ചത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്തായിരുന്നു? അജ്റു 50 മിൻകും എന്നാണ്. നിങ്ങളിൽപ്പെട്ട 50 ആൾ ചെയ്യുന്ന കൂലിയാണ് അവരിൽ ഒരാൾക്ക് കിട്ടാൻ പോണത്. ആ കാലമാണ് സഹോദരങ്ങളെ. ആ കാലത്തിലൂടെയാകാം ഒരുപക്ഷെ നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു അഅലം. പക്ഷേ ഒരു പ്രയാസം ഇതിന്റെ പേരിൽ ഒരു വിശ്വാസിക്ക് വേണ്ടതില്ല അല്ലേ. ഈ താടി വെച്ച്, ഈ ഇസ്ലാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട്, ഇസ്ലാമിന്റെ ആദർശമായിട്ട് അല്ലേ, എന്താ ഒരു പെൺകുട്ടിനെ തൊട്ടാല്, എന്താ ഒരു ആൺകുട്ടിനെ തൊട്ടാല്, എന്താ ഒന്ന് ചേർന്നിരുന്നാൽ എന്ന് ചോദിക്കുന്നവരോട് സഹോദരങ്ങളെ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മതം അല്ലാഹു പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹു വിരോധിച്ച കാര്യങ്ങളാണ്, പ്രവാചകൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്, അല്ലാഹു വെറുത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് പ്രഖ്യാപിക്കുന്നത്, നമ്മളത് പ്രബോധനം ചെയ്യുന്നത്, നമ്മളത് പ്രയോഗവൽക്കരിക്കുന്നത്. അല്ലാതെ നമുക്ക് ആരോടും ഒരു കമ്മിറ്റ്മെന്റും ഇല്ല സഹോദരങ്ങളെ. അല്ലാഹുവും റസൂലും എന്ത് പഠിപ്പിച്ചോ അതിനാണ് നമ്മൾ നിലകൊള്ളുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത്? അത്തമസ്സകു ബിൽ ഖുർആനി വസ്സുന്ന.
ഈ ഖുർആനും സുന്നത്തും നമ്മൾ പിടിച്ച് അതിൽ നമ്മൾ പിടിച്ചു നിൽക്കണം സഹോദരൻ. അതിനെന്ത് വേണം? അതിന് കൃത്യമായിട്ട് നമ്മൾ ഖുർആൻ പഠിക്കണം. കാരണം അള്ളാഹു ആകാശ ലോകത്ത് നിന്ന് താഴേക്ക് ഇട്ട് തന്ന അള്ളാഹുവിന്റെ വഹിയാണ് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആനുമായിട്ട് നമുക്ക് എത്ര ബന്ധമുണ്ട് അത് നമ്മൾ പരിശോധിക്കണം സഹോദരങ്ങളെ. കാരണം ഖുർആനിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മുൻഗാമികളൊക്കെ മാറ്റിയെടുത്തത് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയത്ത് ഓതി കൊടുക്കുന്നു സഹാബികൾക്ക്. അവരുടെ ജീവിതത്തിൽ അവർ മാറുകയാണ്. ആയത്തിറങ്ങുമ്പോഴേക്ക് അവർ മാറുകയാണ്. എന്താണ് നബി പറയുന്നത് എന്ന് കേൾക്കാൻ അവർ വെമ്പൽ കൊള്ളെന്ന് മാത്രമല്ല, ആ പറയുന്ന കാര്യങ്ങൾ അപ്പപ്പ ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കാണ്. നമ്മളെ പോലെ ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാല് കേട്ട് നമ്മൾ പെരി പോയിട്ട് ഒന്ന് ആലോചിച്ചിട്ടല്ല വരുന്നത്. ആലോചിച്ചിട്ടല്ല. എന്താണ് നിങ്ങൾ പുണ്യം ചെയ്തവരാകൂല എന്നാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാകുകയില്ല എന്ന് ആയത്തിറങ്ങിയപ്പം ഓരോ സഹാബിമാര് തന്റെ ഏറ്റവും വില പിടിച്ച തോട്ടങ്ങൾ, മസ്ജിദ് നബവിയോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും വില പിടിച്ച തോട്ടം അള്ളാന്റെ റസൂലിനാണ് കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരായത്തിറങ്ങുമ്പം ആ ആയത്തിനെ പ്രാവർത്തികമാക്കാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മദീനയിൽ പോയപ്പം അവിടെ താമസിക്കുന്ന ഒരാളുണ്ട്, കാലങ്ങളായിട്ട് മദീനയിൽ താമസിക്കണേ. അയാള് കാണിച്ചൊരു സ്ഥലം കാണിച്ചു. ഇവിടെ ഒരു കിണറുണ്ടായിരുന്നതാണ്. ഈ പറഞ്ഞ ഈ ബൈറൂഹാഹ് തോട്ടം നിന്ന സ്ഥലമാണ് അത്ര. ആ സ്ഥലത്തിൽ കിണറുണ്ടായിരുന്ന അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു ആ ബൈറൂഹാഹ് തോട്ടത്തിൽ. ആ തോട്ടം ആ സഹാബി കൊടുത്തതാണ് നബിക്ക്. ഏത്? ഈ ആയത്തിറങ്ങിയപ്പം. എത്ര ആയത്ത് നമ്മൾ ഓതി സഹോദരങ്ങളെ. നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടായോ? നമ്മൾ ലൻതനാലി എത്ര ഓതിക്കണേ അല്ലേ? ഓരോ റമദാനിലും ഒരിട്ടെങ്കിലും ചുരുങ്ങിയത് ഓതിയിട്ടുണ്ടോ അല്ലേ? ലൻതനാലുൽ ബിർറ എന്നുള്ള ആയത്ത് നമ്മൾ എത്ര ഓതി. പക്ഷെ ആ സഹാബി ഓതിയപ്പം ഏറ്റവും വില പിടിപ്പുള്ള തോട്ടാണ് പള്ളിക്കാണ് കൊണ്ടേ കൊടുത്തത്. എന്തിന്? നിങ്ങൾ ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് പുണ്യം നേടാനാകൂല. നിങ്ങൾ പുണ്യം നേടണോ? അള്ളാന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ടത് ചെലവഴിക്കണം എന്നാണ്. ആർക്കും വേണ്ടാത്ത, അവിടുത്തെ പട്ടയല്ലാത്ത, ആർക്കും വേണ്ടാത്ത, വിറ്റാ പോകാത്ത സ്ഥലം പള്ളിക്ക് വഖഫല്ല, ഡയാലിസ് സെന്ററിന് കൊടുക്കലല്ല. അത് ഇന്നെ കൊണ്ട് എന്തായാലും വിൽക്കാൻ കഴിയില്ല, നിങ്ങൾ വേണമെങ്കിൽ വിറ്റ് നോക്കി എന്നിട്ട് കൊടുക്കുക. അതാണ് ഇന്നത്തെ കൊടുക്കില്ല. അങ്ങനല്ല. നല്ല കണ്ണായ സ്ഥലത്ത് നല്ല വില പറഞ്ഞിരിക്കണ മുതലാ ഫ്രീ ആയിട്ട് കൊടുത്ത് ഉമറുല്ലാവിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഉമറുല്ലാവിന്റെ അസർ ജമാഅത്ത് ഒരിക്കൽ മിസ്സായി. തന്റെ തോട്ടത്തിലെ പണിയിൽ വ്യാപൃതനായിക്കൊണ്ട് അതിന്റെ സങ്കടം തീർത്ത് എങ്ങനെയാ നിങ്ങള് ആ തോട്ടം നബിക്കണം കൊണ്ടേ കൊടുത്തു. എന്റെ അസർ നിസ്കാരം ജമാഅത്ത് മിസ്സാകാൻ കാരണം ഈ തോട്ടായതുകൊണ്ട് നബി ഞങ്ങൾ എടുത്തോളിയായിരുന്നു. നമുക്ക് പറ്റുമോ? എത്ര ദിവസം ബാങ്ക് കൊടുത്തിട്ട് ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല സഹോദരങ്ങളെ. എത്ര നമസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജമാഅത്ത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട്, ദുനിയാവിന്റെ കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു. പാടില്ല സഹോദരങ്ങളെ. അല്ലാഹു അക്ബർ എന്ന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിലെ നിലപാടായിരിക്കണം അല്ലെ? അത് ജീവിതത്തിൽ നിലപാടായിരിക്കണം.